നിങ്ങളുടെ ഇഷ്ട പരമ്പരകൾ എക്സ്ക്ലൂസീവായി സൺ നെക്സ്റ്റ് ആപ്പിലൂടെ തികച്ചും ഫ്രീ ആയി ഇപ്പോഴേ ആപ്പ് ഡൗൺലോഡ് ചെയ്യൂ. എനിക്കാണെങ്കിൽ ഒരു കോഫിയും കിട്ടിയാനെ. വെയിറ്റ്. പ്രസന്റേഷനില് ലൈൻസ് എന്താണോ പറഞ്ഞത് അത് അടുത്തിരുന്ന് താൻ കണ്ടതുപോലെ അതുപോലെ തന്നെയാ പറഞ്ഞത്. അതെങ്ങനെയാ? ആനിമേഷനെ കുറിച്ചിട്ട് തനിക്ക് എങ്ങനെ ഇത്ര നോളജ്? എന്താന്ന് വെച്ചാ ഞാനും ഒരു അനിമേറ്റർ അല്ലേ. വാട്ട്? നിങ്ങള് ആനിമേറ്റർ ആണെന്നോ? ഞാൻ സത്യം പറഞ്ഞേ. ആദ്യം എന്നെയായിരുന്നു ഈ അനിമേഷൻ ഹെഡ് പോസ്റ്റിലേക്ക് സെലക്ട് ചെയ്തത്. അതിനുശേഷമായിരുന്നു തന്നെ സെലക്ട് ചെയ്തിട്ട് എന്നെ റിജക്ട് ചെയ്ത് കളഞ്ഞു. അപ്പോ താനിവിടെ അക്കൗണ്ടന്റ് ആയിരിക്കുന്നതോ? അതാ കൃഷ്ണമൂർത്തി സാറ് എന്റെ അവസ്ഥ മനസ്സിലാക്കി വെറുതെ കയറ്റിയിരുത്തിയതാ. എനിക്കിത് വിശ്വസിക്കാനേ പറ്റുന്നില്ല നന്ദ. ശരിക്കും നിങ്ങളൊരു ആനിമേറ്റർ ആണെന്നോ? അതുകൊണ്ടാണല്ലേ ഈ വൈറസ് പ്രോബ്ലം ഉണ്ടായപ്പോ ഇയാൾക്കത് പെട്ടെന്ന് സോൾവ് ചെയ്യാൻ പറ്റിയത്? പിന്നല്ലാതെ. ഐ എം സോറി നന്ദ, ഇതൊന്നും അറിയാതെ ഞാൻ ഇയാളെ അക്കൗണ്ടന്റ് ആയിട്ട് തന്നെയാ കണ്ടോണ്ടിരുന്നത്. അക്കൗണ്ട്സ് ഡിപ്പാർട്ട്മെന്റിൽ ഇരുന്ന് കഴിഞ്ഞാൽ അക്കൗണ്ടന്റ് ആണെന്നല്ല എല്ലാവരും വിചാരിക്കും. അതിനൊക്കെ സോറി പറയുന്നതിനാ. താൻ ഒപ്പീനിയൻ വേണമെന്ന് ആഗ്രഹിച്ചപ്പോ തന്നെ തന്റെ ഡെമോ ഞാൻ കണ്ടിരുന്നെങ്കിൽ എന്നെ കൊണ്ട് പറ്റുന്ന ഇൻപുട്ടൊക്കെ ഞാൻ അതിൽ ആഡ് ചെയ്യിച്ചേനെ. പക്ഷെ അശോകനെ പിടിച്ച് പുറത്താക്കിയില്ലേ. അത് ഇനി നമുക്ക് ചെയ്യാവുന്നതേ ഉള്ളൂ. പുതിയൊരു ഡെമോ ചെയ്ത് കാണിക്കാൻ വേണ്ടി ക്ലയൻസ് നമുക്ക് ഒരു ചാൻസോടെ തന്നിട്ടുണ്ട്. സത്യമാണോ? അതെ, ഇതിൽ ഉറപ്പായിട്ടും ഇയാളുടെ ഇൻപുട്സ് ഉണ്ടായിരിക്കണം. എന്നാ പിന്നെ ഞാൻ പറഞ്ഞതുപോലെ ആ കോൺസെപ്റ്റ് തന്നെ മാറ്റിയേക്കാം. അതിനൊക്കെയാണോ? ഡബിൾ ഓക്കെ. കോൺസെപ്റ്റ് എന്താന്ന് പറ. വേറെന്താ, ലവ് തന്നെ. ലവോ? എന്തുപറ്റി? ലവിന് ഇത്ര വില കുറച്ച് കാണല്ലേ. ലവ് അല്ല യൂണിവേഴ്സൽ കോൺസെപ്റ്റ്. ഈ കോൺസെപ്റ്റ് ഫോറിനേഴ്സിന് ഇഷ്ടാവുന്നാണോ പറയുന്നത്? ഉറപ്പായിട്ടും. അതായത് ലോകം മുഴുവൻ ഈ ലവ് എന്ന് പറഞ്ഞ ലവ് തന്നെയാ. പക്ഷേ നമ്മുടെ നാട്ടിൽ ഈ ലവ് എന്ന് പറഞ്ഞ സ്നേഹം, പ്രണയം, ഇഷ്ടം, വാത്സല്യം, പരിഗണന അങ്ങനെ വലിയൊരു കാര്യമാണെന്നേ. നമ്മുടെ ഈ ഷാജഹാൻ മുംതാസ്, റോമിയോ ജൂലിയറ്റ് ഇങ്ങനെ പറഞ്ഞ് പ്രണയത്തിന്റെ എത്ര കഥകളുണ്ട് നമുക്ക്. കയ്യിലൊരു കടലുണ്ടായിട്ട് ഒരു കപ്പ് വെള്ളത്തിന് വേണ്ടി അന്വേഷിച്ചിറക്കുന്ന അവസ്ഥ പോലെയാണല്ലോ. എന്നാ പിന്നെ നമുക്ക് ലവ് തുടങ്ങാം അല്ലേ? എന്താ പറഞ്ഞ? അല്ല, ഐ മീൻ ലവ് കോൺസെപ്റ്റിന് ചെയ്താലോന്ന് ചോദിച്ചതാ. ഇനി അതിലൊരു ആലോചന വേണ്ട. പ്രണയമാണ് കറക്റ്റ് ആയിട്ടുള്ള ഇമോഷൻ. ഏത് മനുഷ്യനായാലും അതിൽ എന്തായാലും വീഴും. നമ്മുടെ നാടിനെ ബേസ് ചെയ്ത് നല്ല അടിപൊളി ഒരു ലവ് കോൺസെപ്റ്റ് അങ്ങ് ചെയ്യും. ധൈര്യമായിട്ട് ചെയ്തോന്നേ, ഉറപ്പായിട്ടും അത് ഓക്കെ ആവും. സൂപ്പറാണ് സർ. ഭയങ്കര ബുദ്ധിശാലിയാ സാറ്. അല്ല, വൈറസ് മാറ്റർ കുളമായതിനു ശേഷം അനാമികയെ സമാധാനിപ്പിക്കുന്ന പോലെ കുപ്പിയിലാക്കില്ലേ? ഞാൻ തന്നെ അത്ഭുതപ്പെട്ടു പോയി സാർ. അശോക്, ചെസ്സിൽ റാണിക്ക് എങ്ങനെ വേണമെങ്കിലും നീങ്ങാം. പക്ഷെ രാജാവിന് ഒരു മൂവ് മാത്രമേ ഉള്ളൂ. ഇപ്പൊ ഒറ്റ മൂവ് കൊണ്ട് അനാമിക്ക് ഞാൻ ചെക്ക് വെച്ചിരിക്കും. ബ്രില്യന്റ് സാർ. ഇനി അങ്ങോട്ട് പ്രോജക്റ്റ് അമേരിക്കൻ ക്ലയൻസിന് ഇഷ്ടപ്പെടുന്ന പോലെ തയ്യാറാക്കാൻ വേണ്ടി അവളോട് ക്ലോസ് ആയിട്ട് ഞാൻ ഇടപഴകും. മെല്ലെ ഇംപ്രഷൻ പിടിച്ചു പറ്റും. അതിനുശേഷം ഞാൻ എന്ത് പറഞ്ഞാലും അവളത് അനുസരിക്കും. അപ്പോ ബെറ്റില് തോക്കില്ലെന്നാ പറയുന്നേ? തീർച്ചയായും ജയിക്കൂന്നാ പറഞ്ഞേ. അതിനു മുമ്പ് ആ വൈറസിന്റെ കാര്യത്തിൽ ഹെൽപ്പ് ചെയ്യാൻ വന്നില്ലേ ആ നന്ദ, അവനെ ജോലിയിൽ നിന്ന് പുറത്താക്ക. അവൻ വന്നില്ലായിരുന്നെങ്കിൽ ഇതിനോടകം അനാമിക എന്റെ അടുത്ത് സറണ്ടർ ആയനെ. പോയിക്കോ. അതൊക്കെ ഞാൻ ഏറ്റുപോസ്. നന്ദകുമാറേ, നീ ഇനി ഒരു നൊന്തുകുമാറാടാ. അനാമിക വാ ഇരിക്കെ. എന്താ കാര്യം? ഋഷി, ഇനി നമുക്ക് ചെയ്യാൻ പോകുന്ന ഡെമോ പ്രോജക്റ്റിന് വേണ്ടിയിട്ട് ഒരു നല്ല ഐഡിയ കിട്ടിയിട്ടുണ്ട്. ഇൻഫാക്ട്
നന്ദയാണ് ഇത് എന്നോട് ഷെയർ ചെയ്തത്. നന്ദയോ? കവിത, ചുരിദാർ പുതിയതാ? അതെ സർ. കാലക്കേടുണ്ട്. നന്ദകുമാർ, സർ എന്താ അന്വേഷണ വർക്കില് അനാമികയെ നന്നായിട്ട് ഹെൽപ്പ് ചെയ്യുന്നു തോന്നുന്നു. സർ എനിക്കറിയാവുന്ന ചെറിയ അറിവുകളൊക്കെ വെച്ച് അനിമേഷന്റെ കാര്യത്തിൽ ഞാൻ ഒന്ന് ഹെൽപ്പ് ഓ ചെയ്തു. വെരി ഗുഡ് വെരി ഗുഡ്. അപ്പോ ഇനി മുതൽ നിനക്കവിടെ ജോലിയില്ല. സർ സർ സാർ എന്തൊക്കെ പറയുന്നത്? ആ, എനിക്ക് മനസ്സിലായില്ല. നിനക്ക് അനിമേഷനൊക്കെ അറിയാവുന്നല്ലടാ, പിന്നെ നിനക്ക് തന്നെ ഈ ജോലി. സർ അതല്ല സർ, ഞാൻ നന്ദകുമാറേ, നിന്നെ പോലെ ടാലന്റ് ആയ ഒരുത്തനെ അക്കൗണ്ടിലിട്ട് വേസ്റ്റ് ചെയ്യുന്ന ബോസ് പറഞ്ഞാടാ. അതുകൊണ്ട് നിന്റെ കഴിവനുസരിച്ച് ഒരു നല്ല കമ്പനി പോയി ജോലി നോക്ക്. നിന്റെ ഫ്യൂച്ചർ ബ്രൈറ്റ് ആവും മോനെ. വേണ്ട സർ, ഞാൻ ഈ ജോലി തന്നെ ചെയ്തോളാം. മോനെ, നീ ജോലി എന്റെ സെറ്റിൽമെന്റ് ഒക്കെ ഇതിലുണ്ട്. പോവാൻ നോക്ക്. ഓൾ ദ ബെസ്റ്റ്. നന്നായി വരണം. സർ, please, സർ. സർ ഋഷി, സത്യത്തിലെ നന്ദയ്ക്ക് ശരിക്കും നല്ല ടാലന്റ് ഉണ്ട്. എനിക്ക് പകരം അവൻ ഹെഡായിട്ട് വന്നിരുന്നെങ്കിൽ ഉറപ്പായിട്ട് ഈ പ്രോജക്റ്റ് ഓക്കെ ആയിട്ടുണ്ടാവുമായിരുന്നു. അപ്പോ എന്റെ ഡിസിഷൻ തെറ്റായിരുന്നു എന്നാണ് പറയുന്നത്? അല്ലല്ല, ഞാൻ അങ്ങനെ പറഞ്ഞതല്ല. അനിമേഷനിലെ നന്ദയ്ക്ക് നല്ല നോളജ് ഉണ്ടെന്ന് പറഞ്ഞതായിരുന്നു ഞാൻ. നന്ദ പറയുന്ന ഐഡിയയിൽ വർക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഉറപ്പായിട്ട് ഇത് വർക്ക്ഔട്ട് ആവുന്ന എനിക്ക് തോന്നുന്നത് ഋഷി. എനിക്ക് വേണ്ടി ഋഷിക്ക് ഒരു ഫേവർ ചെയ്യാൻ പറ്റുമോ? എന്ത് ഫേവർ? മിസ്റ്റർ നന്ദകുമാർ, 4 മണി പോലും ആയിട്ടില്ലല്ലോ, അപ്പോഴേക്കും പുറപ്പെട്ടോ? എന്തൊരു സ്വഭാവ ഇത്! ഇങ്ങോട്ട് നോക്ക്, നീ ഇവിടുത്തെ അക്കൗണ്ട്സ് എല്ലാം മെല്ലെ പരിശോധിച്ച് തിടുക്കം കാണിക്കാതെ ടാലി ചെയ്തിട്ട് വീട്ടിൽ പോ. ഞങ്ങളെല്ലാം നിന്റെ പ്രായത്തില് പറയുന്നില്ല. പോയി നല്ലത് പറഞ്ഞു കൊടുത്ത് അതൊന്നും കേൾക്കാനുള്ള സന്മനസ് പോലും ഇല്ല.